വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ദ റിലവൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റിയാണ്. നമ്മൾ ഓൾറെഡി അതിന്റെ മീനിങ് എന്താണ് ലോയുടെ ഡെഫിനേഷൻ മീനിങ് എന്നെല്ലാം പാർട്ട് 1 നമ്മൾ പഠിച്ചതാണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ പോർഷൻസ് നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യും. ബാക്കി മൊഡ്യൂളിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെയ്ഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ കേരള യൂണിവേഴ്സിറ്റി LLB സിലബസ് ബേസ്ഡ് ട്യൂഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട്സ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ നമുക്ക് റിലവൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ച ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ലോയുടെ ഡെഫിനിഷൻ, എന്താണ് മീനിങ്, ആ ഒരു സെയിം കാര്യമാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. എന്നാൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ സൊസൈറ്റിയെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമം സഹായിക്കാറുണ്ട്. പിന്നെ വിത്തൗട്ട് ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്താവും, fall into disorder, injustice and chaos എന്ന് വെച്ചാൽ അത് കുഴപ്പമാകും, അല്ലെങ്കിൽ നീതി കിട്ടാതെ നമ്മൾ ആ ഒരു ഡിസോർഡർ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ എന്തെങ്കിലും താറുമാറാവുന്ന ഒരു കണ്ടീഷൻ ആണ്. So it is the mechanism through which justice is delivered, rights are protected, duties are enforced and peace is maintained. അപ്പോൾ ഒരു മെക്കാനിസം ആണ് എന്ന് വെച്ചാൽ ജസ്റ്റിസ് നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ഡ്യൂട്ടീസ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ലോ എന്ന് പറഞ്ഞത്. The relevance of law in society lies in its ability to provide structure, control and fairness in human interaction. അപ്പൊ ഇതിന്റെ റിലവൻസ് എന്താണ്, ലോയുടെ സൊസൈറ്റിയിൽ ആ ഒരു ലോയെ കൊണ്ടുള്ള എബിലിറ്റി എന്തൊക്കെയാണ്, ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനും അല്ലെങ്കിൽ കൺട്രോൾ കൊണ്ടുവരാൻ, ഫെയർനെസ്, എന്തിന്റെയൊക്കെ സ്ട്രക്ചർ, കൺട്രോൾ, ഫെയർനെസ് കൊണ്ടുവരാനാണ്, ഹ്യൂമൻ ഇന്ററാക്ഷന്റെ, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു ഇടപെടലിന്റെ ഒരു കൺട്രോളും ഒരു സ്ട്രക്ചറും ഒരു ഫെയർനെസ്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാണ്, നിയമമാണ്. അപ്പൊ അതിന്റെ ഒരു റിലവൻസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. പിന്നെ എന്താണ് ലോ, ഇതും നമ്മൾ നേരത്തെ പാർട്ട് 1 ഇവിടെ സെയിം ആ ഒരു ഇൻട്രൊഡക്ഷൻ ഡെഫിനിഷൻ ആണ്. ലോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഓഫ് റൂൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾ എന്ന് നമുക്ക് പറയാം. അത് ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ഒരു ഗവേണിംഗ് അതോറിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നടപ്പിലാക്കുന്നത്. ടു റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് എന്ത് ചെയ്യുന്നു, ആ നിയമം നടപ്പിലാക്കുമ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓരോരോ പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു, അതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നിയമം. അതുപോലെ ഇറ്റ് ഈസ് ബൈൻഡിങ്, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. ഇത് എല്ലാവരും എന്ത് ചെയ്യണം, ഇത് ബൈൻഡഡ് ആണ്, മീൻസ് അത് അനുസരിക്കണം അവർ എല്ലാ ആൾക്കാരും. ആൻഡ് ബാക്ക്ഡ് ബൈ എൻഫോഴ്സ്മെന്റ് മെക്കാനിസം സച്ച് ആസ് കോർട്ട് ആൻഡ് പോലീസ്. ഇത് ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത്, നമ്മളോട് കോടതി വഴി അല്ലെങ്കിൽ ഏതൊരു അതോറിറ്റി, ഒരു പോലീസ് ഒരു അതോറിറ്റി വഴി. അപ്പം ഓരോ അതോറിറ്റി വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി എന്താണ് അതിന്റെ റിലവൻസും അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റി എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് ഓർഡർ ആണ്. അപ്പൊ ലോ പ്രിവെന്റ്സ് അനാർക്കി ബൈ റെഗുലേറ്റിംഗ് ബിഹേവിയർ ആൻഡ് സെറ്റിംഗ് ക്ലിയർ എക്സ്പെക്ടേഷൻ ഫോർ ഹൗ പീപ്പിൾ ഷുഡ് ആക്ട്. അപ്പൊ ലോ പറയുന്നുണ്ട്, മീൻസ് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പീപ്പിൾ എങ്ങനെയാണ് ഒരു ആക്ട് ചെയ്യാനുള്ളതെന്ന് ഒരു ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ലോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു അനാർക്കി, അരാജകത്വം, അതൊക്കെ എല്ലാം പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദ ലോ പ്രിവെന്റ് അനാർക്കി ബൈ റെഗുലേറ്റീവ് ബിഹേവിയർ സെറ്റിംഗ് എ ക്ലിയർ എക്സ്പെക്ടേഷൻ ഫോർ ഹൗ, എങ്ങനെയാണ് നമ്മൾ ഒരു പീപ്പിൾ ആക്ട് ചെയ്യാനുള്ളതെന്ന് ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോ എഗെയിൻസ്റ്റ് തെഫ്റ്റ്, മർഡർ, അസോൾട്ട് എക്സെട്ര. അപ്പം ലോ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് ലോ നമ്മുടെ ഈ തെഫ്റ്റിനും മർഡറിനും അതുപോലെ അസോൾട്ടിനും എല്ലാത്തിനും എതിരാണ് നിയമം. മീൻസ് അത് എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യും, മീൻസ് നമുക്ക് പണിഷ്മെന്റ് കിട്ടും. ഹെൽപ്പ് കീപ് സൊസൈറ്റി പീസ്ഫുൾ ആൻഡ് ഓർഡർലി. അപ്പൊ എന്താണ് ഇത് നിയമം ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം മീൻസ് എന്ത് എല്ലാം മാറ്റിവെച്ച് സൊസൈറ്റി നമുക്കൊരു സമാധാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതാണ് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് ഓർഡർ. ഓക്കെ, ഇപ്പൊ വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, നിയമം എല്ലാത്തിനെ പ്രിവെന്റ് ചെയ്യുന്നു, പീപ്പിൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോ ഈ തെഫ്റ്റിനും മർഡറിനും എല്ലാം എതിരാണ്. പിന്നെ സൊസൈറ്റി എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പീസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ സെക്കൻഡ് വൺ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റൈറ്റ് ആൻഡ് ലിബർട്ടീസ് ആണ്. അപ്പോൾ ലോ പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് സച്ച് ആസ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ ലോ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിന്റെ റൈറ്റും അതുപോലെ ലിബർട്ടി, അവരുടെ ഫ്രീഡവും ത്രൂ ഏതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ. നമ്മുടെ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി, പ്രോപ്പർട്ടി,
ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് റെമഡീസ് വെൻ ദിസ് റൈറ്റ്സ് ആർ വയലേറ്റഡ്. നമുക്ക് ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്, റെമഡീസും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സച്ച് ആസ് ത്രൂ റിട്ട് ആൻഡ് സിവിൽ സ്യൂട്ട്, നമുക്ക് റിട്ട് ഫയൽ ചെയ്യാം. നമുക്ക് റിട്ട് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ആരും വയലേറ്റ് ചെയ്താലും നമുക്ക് അതിനുള്ള റെമഡി കിട്ടും. തേർഡ് വൺ എന്താണ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആണ്. ഇൻ എ സൊസൈറ്റി വേർ കോൺഫ്ലിക്റ്റ് ആൻഡ് നാച്ചുറൽ, law provide court and tribunals as formal mechanism for settling dispute peacefully and fairly. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നം, ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ അവിടുത്തെ ഒരു മെക്കാനിസം ആണ് കോടതി, ട്രൈബ്യൂണൽസ് എന്നൊക്കെ പറയും. കോടതിയും ട്രൈബ്യൂണൽസും വഴി എന്ത് ചെയ്യുന്നു, ഒരു ഫോർമൽ മെക്കാനിസം പോലെ നമ്മൾ ആ ഒരു ഡിസ്പ്യൂട്ട്, തർക്കം അവിടെ സമാധാനപരമായിട്ട് നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാറുണ്ട്. ചില കേസുകൾ കോടതി പോകുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, പിന്നെ സെറ്റിൽമെന്റ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്നും ഒതുങ്ങിയില്ലെങ്കിൽ പണിഷ്മെന്റും കൊടുക്കാറുണ്ട്. അപ്പൊ ആ നടക്കുന്ന പ്രശ്നത്തിനൊക്കെ എന്താണ്, ഒരു പരിഹാരം അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ കോടതിയും ട്രൈബ്യൂണലും ഒരു ഫോർമൽ മെക്കാനിസം ആയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ലോ വർക്ക്സ് ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നിയമം നമുക്കൊരു ടൂൾ ആയിട്ടും കണക്കാക്കാം. എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നുണ്ട് ഈ ഒരു ലോ, ഒരു ടൂൾ ആയിട്ട്. മീൻസ് ടൂൾ ഫോർ, ലോ എന്ന് പറഞ്ഞ ഒരു ടൂൾ ആണ്. അപ്പം നമ്മുടെ ഈ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട്, അതുപോലെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അതുപോലെ റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട് പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. അപ്പൊ ഈ അബോളിഷൻ ആക്ട്, അൺടച്ചബിലിറ്റി, അപ്പൊ ഈ അബോളിഷൻ അൺടച്ചബിലിറ്റി ആക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. അപ്പൊ ഇതൊരു ടൂൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഒരു ടൂൾ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാവരും മീൻസ് ആ ഒരു ഇക്വാലിറ്റിയും ജസ്റ്റിസും സൊസൈറ്റിയിൽ കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്, കൺട്രോളിങ് അബ്യൂസ് ഓഫ് പവർ ആണ്. അപ്പൊ ഈ ലോ ലിമിറ്റ് ദ പവർ ഓഫ് ഗവൺമെന്റ്, പബ്ലിക് അതോറിറ്റീസ്, ഈവൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പം ഒരു അവരുടെ പവർ ഉപയോഗിച്ച് ഒരു അബ്യൂസ് നടത്തുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു നമുക്ക് ലിമിറ്റും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അബ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് ഒരു ലോ, നിയമം വെച്ച് നമുക്ക് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പബ്ലിക് അതോറിറ്റീസ് ആയാലും ഈവൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയാലും നമുക്ക് ലോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഒരു റെമഡി തരുന്നുണ്ട്. ബട്ട് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ലൈക്ക് ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇറ്റ്സ് എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രിവെന്റ് ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പൊ ആ ഒരു ഏകാധിപത്യം, ഡിക്റ്റേറ്റർഷിപ്പ് മീൻസ് ഏകാധിപത്യം എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. അല്ല ഗവൺമെന്റ് ആണ് ഭരിക്കുന്നതെന്നും ഗവൺമെന്റിന് എല്ലാം പവറും കൊടുത്തിട്ടില്ല. അപ്പൊ അവരെന്തെങ്കിലും മീൻസ് സാധാ ഒരു ജനങ്ങളുടെ ഒരു കാര്യം അടിച്ചമർത്തുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ലൈക്ക് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വഴി നമുക്ക് മുന്നോട്ട് പോയി അതിനുള്ള റെമഡി നമുക്ക് കിട്ടും. ഇതാണ് ഫിഫ്ത്ത് വൺ, കൺട്രോളിങ് അബ്യൂസ് ഓഫ് പവർ. ഇനി നെക്സ്റ്റ് സിക്സ്ത് വൺ എന്താണ്, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ബിസിനസ് റെഗുലേഷൻ ആണ്. കൊമേഴ്സ്യൽ ലോ റെഗുലേറ്റ് ട്രേഡ്, banking companies and contracts, thereby building a secure environment for investment and entrepreneurship. അപ്പൊ കൊമേഴ്സ്യൽ ലോ എന്തൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡ്, ബാങ്കിങ്, കമ്പനീസ്, കോൺട്രാക്ട്, ഇത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കൊമേഴ്സ്യൽ ലോ എന്ത് ചെയ്യുന്നത്. മീൻസ് അവർ ആ ഒരു എൻവയോൺമെന്റൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് അവർ സെക്യൂർ ചെയ്യുകയാണ് ഈ കൊമേഴ്സ്യൽ ലോ വഴി. അപ്പൊ കൊമേഴ്സ്യൽ നിയമം വെച്ച് നമുക്ക് ഈ ഒരു ട്രേഡും വ്യാപാരം, അതുപോലെ ബാങ്കിങ്, കമ്പനീസ്, കോൺട്രാക്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ ദിസ് ഹെൽപ്പ് ഇൻ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ എക്കോണമി. അതുപോലെ തന്നെ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒരു ഓവറോൾ നമ്മുടെ ആ ഒരു എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സെവന്ത് വൺ എന്താണ്, എൻകറേജിങ് സോഷ്യൽ ചേഞ്ച് ആണ്. ലോ ഇവോൾവ്സ് വിത്ത് ടൈം. അതായത് നിയമം എപ്പോഴും പണ്ടത്തെ പോലെയല്ല, ഓരോ കാലഘട്ടം കഴിയുന്തോറും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ന്യൂ ലോസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ടാക്കിൾ മോഡേൺ ഇഷ്യൂസ് ലൈക്ക് സൈബർ ക്രൈം, ക്ലൈമറ്റ് ചേഞ്ച്, ജെൻഡർ റൈറ്റ് എക്സെട്ര. അപ്പം ഓരോ പുതിയ പുതിയ മോഡേൺ ഇഷ്യൂ വരുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ, മീൻസ് എല്ലാം നമുക്ക് ടാക്കിൾ ചെയ്യാം, മീൻസ് അല്ലെങ്കിൽ എന്താ ചെയ്യാ, മൊത്തത്തിൽ പൊട്ടിച്ചെറിഞ്ഞ് നമുക്കൊരു പുതിയൊരു ലോ നമുക്ക് കൊണ്ടുവരും. ഇപ്പൊ സൈബർ ക്രൈം പുതിയതായിട്ട് 2000 IT ആക്ട് വന്നു. അതുപോലെ ഓരോ ഇതും കാലം കഴിയുന്തോറും അമെന്റ്മെന്റ് വരുന്നു, ഓരോ പുതിയ ആക്ട് വരുന്നു. ഇപ്പം ജെൻഡർ റൈറ്റിനായാലും ക്ലൈമറ്റ് ചേഞ്ചിനായാലും വരുന്നു. അപ്പൊ ഇൻ ദിസ് വേ ദ ലോ ഹെൽപ്പ് അഡാപ്റ്റ് സൊസൈറ്റി ടു ചേഞ്ചിങ് വാല്യൂസ് ആൻഡ് ചലഞ്ച്. അപ്പം
പുതിയ പുതിയ ഓരോ നിയമം വരുമ്പം സൊസൈറ്റി അഡാപ്റ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മുടെ ലോയും. അവരുടെ വാല്യൂസും ചലഞ്ചസും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പായിട്ട് നമുക്കുണ്ട്. അപ്പൊ ഈ ഒരു 7 പോയിന്റ് ആണ് നമ്മുടെ റിലവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റി. ഒന്നും കൂടെ നമുക്ക് പറഞ്ഞത് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് ഓർഡർ, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി, തേർഡ് വൺ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം, പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ്, കൺട്രോളിംഗ് അബ്യൂസ് ഓഫ് പവർ, എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ബിസിനസ് റെഗുലേഷൻ, എൻകറേജിംഗ് സോഷ്യൽ ചേഞ്ചസ്. അപ്പൊ ഈ ഒരു 7 പോയിന്റ് ഹെഡിങ് മാത്രം നമുക്ക് ഓർത്ത് വെച്ച് ബാക്കി ആ പോയിന്റ് നമുക്ക് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട് നമുക്ക് ഓർമ്മ നിൽക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ഡെമോക്രസി ആൻഡ് റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ ഡെമോക്രസി ജനാധിപത്യം അതുപോലെ റൂൾ ഓഫ് ലോയെ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ വഴി. ദി ക്രിമിനൽ ലോ പണിഷ് റോങ് ഡൂവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് പബ്ലിക് സേഫ്റ്റി. ക്രിമിനൽ ലോ എന്ത് ചെയ്യുന്നു? റോങ് ഡൂവേഴ്സിനെ അതുപോലെ തന്നെ മീൻസ് പണിഷ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ പബ്ലിക് സേഫ്റ്റി പ്രൊട്ടക്ട് ചെയ്യുന്നു. സിവിൽ ലോ പ്രൊവൈഡ് റെമഡീസ് ഇൻ പേഴ്സണൽ, ഫാമിലി ആൻഡ് പ്രോപ്പർട്ടി മാറ്റേഴ്സ്. അപ്പോൾ സിവിൽ ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ഒരു പേഴ്സണൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഫാമിലി അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാറ്റേഴ്സിന് എന്തെങ്കിലും റെമഡി ആയിട്ട് നമുക്ക് സിവിൽ ലോയെ നമുക്ക് അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ നമുക്ക് സമീപിക്കാം. ലേബർ ലോ പ്രൊട്ടക്ട് വർക്കേഴ്സ് റൈറ്റ് ആൻഡ് പ്രിവെന്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ ആ ഒരു വർക്കേഴ്സിന്റെ അവകാശം അതുപോലെ അവരുടെ ചൂഷണം എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലേബർ ലോ മീൻസ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ലോ ആൻഡ് ഈ ഒരു വീഡിയോയിൽ റിലവൻസ് ഓഫ് ലോ ഇൻ സൊസൈറ്റി, ഇത് ഒരു ഒറ്റ ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി LLB ബേസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് essay ഒക്കെ എഴുതുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വേണം എഴുതാൻ. എന്താണ് ലോ, എന്താണ് പിന്നെ സൊസൈറ്റിയിലുള്ള ലോയുടെ റിലവൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മുടെ LLBയിൽ തന്നെ എന്താണ് മീൻസ് ഇതൊരു ബേസിക് ആണ്. ലീഗൽ ലാംഗ്വേജ് ആ സബ്ജക്റ്റിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ലോ, നിയമം എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, സി യു നെക്സ്റ്റ് വീഡിയോ.